ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എമ്പുരാൻ്റെ പുതിയൊരു അപ്ഡേറ്റ്, ഒരു അൺഒഫീഷ്യലായിട്ടൊരു അപ്ഡേറ്റ് വെളി വന്നിട്ടുണ്ട്. ഇതിൽ മോഹൻലാലിന് വില്ലനായിട്ട് വരാൻ പോകുന്ന പൃഥ്വിരാജ് ആണെന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞത്. അതിന് തെളിവായിട്ടൊരു ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പം ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജ് ആയിരിക്കും മോഹൻലാലിന് വില്ലൻ എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. വേറെ സീനിലും വരാം, കാരണം മോഹൻലാലിനെ ആരെങ്കിലും തടഞ്ഞു നിൽക്കുന്ന സമയത്ത് പൃഥ്വിരാജ് ബാക്കിൽ നിന്ന് തോക്ക് കാണിച്ച് വില്ലന്മാരെ പേടിപ്പിക്കുന്ന ആ ഒരു സീനായിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ സിനിമയിൽ മോഹൻലാലിനെതിരായിട്ട് പൃഥ്വിരാജ് വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ലെവൽ മാറും. കാരണം സിനിമ പൃഥ്വിരാജിൻ്റെയും കൂടെ സിനിമയായിട്ട് മാറുകയാണ്. അപ്പം മോഹൻലാലിൻ്റെ മാത്രം സിനിമയായിട്ട് മാറൂല എമ്പുരാൻ. പിന്നെ തേർഡ് പാർട്ടിലോട്ട് വരുമ്പോൾ പിന്നെ മുഴുവനായിട്ട് ഇത് ക്ലൈമാക്സിലാണ് പൊളിയുന്നതെങ്കിൽ തേർഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് മുഴുവനായിട്ട് മോഹൻലാൽ വേഴ്സസ് പൃഥ്വിരാജ് എന്നുള്ള രീതിയിൽ തന്നെ പോവുകയും ഇത് നമ്മൾ മറ്റേ പുഷ്പയൊക്കെ നമ്മൾ കാത്തിരുന്ന് വെയിറ്റ് ചെയ്തതുപോലെ നമ്മൾ എമ്പുരാൻ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് ഇതൊരു വലിയൊരു വൻ സക്സസ് ആയിട്ടുള്ള പടമായിട്ട് മാറാനുള്ള സാധ്യത 100%. അപ്പം ഇതിനകത്ത് പൃഥ്വിരാജിന് മെയിൻ റോൾ, പൃഥ്വിരാജിനൊരു വില്ലൻ റോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും പൃഥ്വിരാജ് താഴ്ന്നു കൊടുക്കുന്നൊരു വില്ലൻ റോൾ ആയിരിക്കില്ല. ഇതിൽ മോഹൻലാലിന് ഒന്ന് വേർക്കേണ്ടി വരും പൃഥ്വിരാജിന് മുമ്പ് പിടിച്ചിരിക്കാൻ. കാരണം പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുമ്പം പൃഥ്വിരാജിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണും. പൃഥ്വിരാജ് മോഹൻലാലിനോടൊപ്പമെങ്കിലും എത്തുന്ന രീതിയിലായിരിക്കും ഈ സിനിമയിൽ കൊണ്ടുപോകുന്നത്. ഈ സിനിമയുടെ കഥ അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ പുതിയൊരു വില്ലനെ കൊണ്ടുവരാൻ പറ്റൂല. ഇതിനകത്തൊരു പുതിയ വില്ലനെ പ്ലേസ് ചെയ്യണമെങ്കിൽ മോഹൻലാൽ പിന്നെ വീണ്ടും കഥകൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് പൃഥ്വിരാജിനെ തന്നെ മോഹൻലാലിനെതിരെ ക്ലൈമാക്സ് സമയത്തെങ്കിലും മോഹൻലാലിനെതിരാവുകയോ അല്ലെങ്കിൽ മുമ്പേ തന്നെ എതിരായിട്ട് വന്നതായിരിക്കും എന്ന രീതിയിൽ കൊണ്ടുപോവുകയോ ചെയ്തു കഴിഞ്ഞാൽ പൃഥ്വിരാജിനും കൂടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നൊരു റോളായിരിക്കും പൃഥ്വിരാജിന് കിട്ടുന്നത്. അപ്പോൾ ഈ സിനിമ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ സിനിമയുടെ ലെവൽ എങ്ങോട്ട് പോകുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം വേറൊരു ആളിനെ ഒരിക്കലും വില്ലനായിട്ട് കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇനി എനിക്ക് കഥ മാറ്റി തിരിച്ചു പിന്നെ കൊനഷ്ടാവും സിനിമ. അതുകൊണ്ട് ഈ സിനിമ ഇങ്ങനെ തന്നെയായിരിക്കും പോകാനുള്ള സാധ്യത. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. പിന്നെ അപ്പോൾ ഈ സിനിമയെ നമുക്ക് മോഹൻലാലിൻ്റെ പ്യുവർ സിനിമയെന്ന് പറയാൻ സാധിക്കില്ല. കാരണം പൃഥ്വിരാജ് ഇത്രയും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തായാലും പൃഥ്വിരാജിന് വലിയൊരു റോളാണ് ഈ എമ്പുരാനിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റോളാണ് പൃഥ്വിരാജിന് കിട്ടുന്നതെങ്കിൽ ഈ സിനിമയും മോഹൻലാലിൻ്റെ സിനിമയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പം എമ്പുരാൻ എനിക്ക് തോന്നുന്ന ഒരു വലിയ വിജയമാവുന്നതാണ്. കാരണം ഈ ഇതിൽ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ മാത്രമല്ല, പൃഥ്വിരാജിൻ്റെ സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു കഴിവിനെ കൂടെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഇത്രയും നാൾ ഇത് വെളി വന്നിട്ടില്ല. ഈ ഒരു ഫോട്ടോ സത്യമാണെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇങ്ങനൊരു കാര്യം വരാനുള്ള സാധ്യത 100%. കാരണം ഈ ഒരു സിനിമയിൽ പൃഥ്വിരാജ് മോഹൻലാലിനെതിരായി കഴിഞ്ഞാൽ തേർഡ് പാർട്ടിന് വേണ്ടി എങ്ങനെ വെയിറ്റ് ചെയ്ത ആൾക്കാരിരിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആലോചിക്കുക. നമ്മൾ ഈ പുഷ്പയ്ക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തതുപോലെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഈ എമ്പുരാൻ്റെ 3 കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. എമ്പുരാൻ്റെ തേർഡ് പാർട്ട് കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അതുറപ്പാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഇതിനകത്ത് പൃഥ്വിരാജ് ഒരുക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പം ഇതൊരു വൻ സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ 200 അല്ല 250 അല്ല 300 കോടി വരെ പോകുവാനുള്ള കഴിവുള്ള സിനിമയായിരിക്കും ഇത്. മോഹൻലാലിൻ്റെ 300 കോടി ക്ലബ്ബാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെങ്കിലും ഇതിനകത്ത് ഒരു വലിയ റോള് പൃഥ്വിരാജിന് ചെയ്യാനുണ്ട്. പൃഥ്വിരാജ് ചെയ്യും. ഇനി പൃഥ്വിരാജ് എന്ന് പറയുന്നത് മെയിൻ വില്ലനല്ല, തേർഡ് പാർട്ടിൽ വേറൊരു വില്ലനെയാണ്. ഇതിന് പൃഥ്വിരാജിന് മുകളിൽ നിൽക്കുന്ന ഒരു വില്ലനാണ് വരാൻ സാധ്യതയുള്ളതെങ്കിൽ ഇത് അതിനേക്കാളും അപ്പുറത്തെ ലെവലിലോട്ട് പോകാനുള്ള സാധ്യത 100%. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയിൽ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഏറ്റവും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മലയാളം മൂവീസിൽ പെടുന്ന ഒരു സിനിമയാണ്. അപ്പം ഇങ്ങനൊരു ഇതും കൂടെ വന്നു കഴിഞ്ഞ് തേർഡ് പാർട്ടിൽ ഒരു വൻ ഒരു ട്വിസ്റ്റ് സെക്കൻഡ് പാർട്ടിൽ അവസാനം കൊണ്ടുവച്ച് തേർഡ് പാർട്ടിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സിനിമയിൽ നിൽക്കുന്ന ഈ സിനിമയുടെ സീരീസ് എന്ന് പറഞ്ഞാൽ വലിയ വിജയമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് മോഹൻലാലിൻ്റെ 300 കോടി ക്ലബ്ബാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഈ സിനിമയിൽ അങ്ങനെയാണ് പോകുന്നത്. ഈ സിനിമയിലെ പൃഥ്വിരാജ് ഒന്നും കാണാതെ ഒന്നും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലോട്ട് കടക്കൂല. തേർഡ് പാർട്ട് ഉണ്ടെന്നുള്ള കൺഫർമേഷൻ തരൂല. അപ്പം തേർഡ് പാർട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഏറ്റവും മുൻമുന്നേലായിരിക്കും പ്രേക്ഷകർ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോ, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ തന്നെ കാണണം. കാരണം ഈ സിനിമ ഒരിക്കലും പൊട്ടാനുള്ള സാധ്യത 100% ഇല്ലാത്ത സിനിമയാണ്. കാരണം ഈ സിനിമയുടെ വിജയം വൻ വിജയമായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പിച്ച് തന്നെ ഞാൻ പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. അപ്പം ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഓക്കെ.